ചേട്ടനെ ഇവിടെ അപ്പുറത്താണ് വള്ളത്തിന് കുറുകെ ഏതായാലും കയാക്ക് വന്ന് ഇടിക്കാൻ പോവാ മമ്മൂട്ടി നന്ദിയുണ്ടേ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും ഹാപ്പിയില്ല. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അഷ്ടമുടി കായലിലൂടെ കല്ലടയാറിക്കൂടെ ഒരു ചെറിയൊരു തോണി യാത്രയാണ് കേട്ടോ പോകാൻ പോകുന്നത്. കുഞ്ഞൊരു ഷോർട്ട് യാത്രയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 23 കിലോമീറ്റർ മാത്രമുള്ള ചെറിയൊരു യാത്രയാണ്. അപ്പം നമ്മളിന്ന് യാത്ര പോകാൻ പോകുന്ന സ്ഥലം മൺട്രോത്തുരുത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയിലോട്ട് കയറാം. വണ്ടി ആൾറെഡി നമ്മൾ ഫുൾ ചാർജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താണ്. നിക്കുമോനാണ് കേട്ടോ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുക. പോവാം പോവാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മൾ മൺട്രോ ഐലൻഡിൽ പോകുന്നത്. അതേപോലെ ബോട്ടിങ് യാത്ര നടത്തുന്നത് അവിടുത്തെ. അപ്പോൾ എന്താ നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ 100% ചാർജ് ഉണ്ട്, ഫുൾ ചാർജാണ് കേട്ടോ. അതിൽ 265 കിലോമീറ്ററാണ് റേഞ്ച് കാണിക്കുന്നത്. നമ്മൾ സിറ്റി മോഡിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ മാപ്പും കാര്യങ്ങളെല്ലാം ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പം എന്താ നമ്മൾ ബോട്ടിങ്ങിന് പോകാൻ പോകട്ടെ. ഇവിടെ വരുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളേതായാലും ബോട്ടിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അവരെല്ലാം നമ്മളെ കൂടെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ബോർഡൊക്കെ പിടിച്ചിങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ KTDCയുടെ ഗവൺമെൻറ്റിൻ്റെ ബോട്ടിംഗ് ഉണ്ട്, അതുപോലെ കയാക്കിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ആണ് എന്താ അങ്ങനെ നമ്മൾ ബോട്ടിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പറയുന്ന സ്ഥലത്തൂടെ അവർ കൊണ്ടുപോകും. 600 രൂപയാണ് 1 മണിക്കൂറത്തേക്ക്, 2 മണിക്കൂറത്തേക്ക് 1000 രൂപയാണ് കേട്ടോ. അതിൽ നമ്മൾ ഫോട്ടോ കാണുന്ന സ്ഥലത്തൊക്കെ അവർ കൊണ്ടുപോകും. ഈ ചേട്ടനാണ് കേട്ടോ നമ്മളെ വെള്ളത്തിൽ കൊണ്ടുപോകാൻ പോകുന്നത്. നമ്മുടെ വെള്ളം എന്താ ഇവിടെ റെഡിയായി കിടക്കും. ചേട്ടൻ്റെ പേരെന്താ? പ്രസാദ് എന്ന് പറഞ്ഞ ചേട്ടൻ കേട്ടോ നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ 2 പേരായിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ടൈം ആയിട്ടോ നമ്മൾ വെള്ളത്തിൽ കയറുന്നത്. ഓക്കെ, ഇത് കൊള്ളാം. ഒട്ടിരിക്കാം നമ്മ കേട്ടോ. ലൈഫ് ജാക്കറ്റ് ഉണ്ട്. കൈ ഇത് കൊള്ളാം. മതി പേടിക്കാൻ, നമുക്ക് നീന്തൽ അറിയാം. എന്നാലും കാര്യമില്ല, സേഫ്റ്റിയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ പെറ്റി ഉണ്ടല്ലോ. ഇട്ട് തരാം. ഇട്ടാ മതി തന്നെ. എനിക്ക് തോന്നിക്കാറ് അമ്മ വെള്ളത്തിൽ പോകാൻ ചാൻസ് ഉണ്ട്. ആടി കുഴപ്പമില്ല. തിരിഞ്ഞ് അത് മതി. വെള്ളത്തിൽ ഇട്ടാൽ ഇരുന്നാൽ മതി. ഈ കണ്ടൽക്കാടുകൾക്ക് ഒരുപാട് പ്രസക്തി ഉണ്ട് കേട്ടോ. അതായത് വെള്ളപ്പൊക്കം, മണ്ണൊലിച്ചിൽ ഇല്ല ചേട്ടാ, അങ്ങനത്തെ ഒരുപാട്. ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സംഭവമാണ്. പ്രകൃതിപരമായിട്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവമാണ് കണ്ടൽക്കാട്. പല സ്ഥലത്തും ഇങ്ങനെ നശിച്ചൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടൽക്കാടിനകത്ത് ഇത് നമ്മൾ ഫോട്ടോയിൽ സ്ഥിരം കാണുന്നതാണ് കേട്ടോ. കേരള ടൂറിസത്തിൻ്റെ ആ ഒരു എൻട്രി ഫോട്ടോസ് എടുക്കുന്ന മെയിൻ പോയിന്റ് ആണ്. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നാച്ചുറൽ എങ്ങനെ ആണല്ലേ? അപ്പോഴേ നമുക്ക് നട്ട് വളർത്താൻ പറ്റുമല്ലോ ഈ സംഭവം. കിണറുള്ളടുത്ത് വലിച്ചെടുക്കും അല്ലേ? വലിച്ചെടുക്കും. അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് ഇത് വെള്ളം വലിച്ചെടുക്കും. അത് അവരെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തേട്ടോ. എന്തായാലും നല്ല ഭംഗിയാണ്. എത്ര വർഷം എടുക്കും കേട്ടോ ഇത് ഇത്ര ഇങ്ങനെ കിളിച്ച് വരാൻ? 10 വർഷം എടുക്കും അല്ല? നമ്മൾ അന്ന് നട്ട ആ സംഭവം 10 വർഷത്തേക്കുള്ള. ഓ
ചേട്ടൻ പറഞ്ഞ അതിനകത്തൊരു കായുണ്ട്, അത് വീണ് കളിക്കുന്നുണ്ട്. 10-15 കൊല്ലം എടുക്കും ഈ ഒരു സെറ്റപ്പിൽ എത്താനത്. അപ്പോൾ ഈവനിങ് എൻ്റെ ഫാമിലി ആയിട്ട് ഔട്ടിങ് വരാൻ പറ്റി കിഡിലെ സ്പോട്ട് കേട്ടോ. ഇവിടെ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല, അകത്ത് തീർക്കുന്ന ഫുൾ തണലാണ്. കുഞ്ഞു കഴിയാൻ നിൽക്കാൻ നോക്കിയാണ് ഊരുന്ന വെള്ളത്തിലാക്കി ഞാൻ പറഞ്ഞു. കുഴപ്പമില്ല. അങ്ങനെ എന്നാ വേണ്ട ചേട്ടൻ നിൽക്കുന്നു സിമ്പിളാ. ആരും അമ്മയോ അങ്ങനെ അമ്മയോ എല്ലാം നമ്മള് വയസ്സായതൊന്നും കളിയാക്കേട്ടോ. ആരും അമ്മയോ ഇപ്പം ജാക്കറ്റും ഇല്ല കേട്ടോ, വെള്ളത്തിൽ പോയാ ചെളിയായിരിക്കും, പൊത്തി കൊടുക്കാം. നമ്മൾ ഫുൾ സേഫ്റ്റിയില്ല, ജാക്കറ്റ് ഇടുന്ന പ്രശ്നമില്ല. വീഴാൻ നമുക്കൊരു തമിഴ്നയിൽ കിട്ടും കേട്ടോ, കിടില്ല തമിഴ്നയിൽ കിട്ടും. തമിഴ് നീന്തത്തില്ലേ ഇവരൊക്കെ വീണാല്? ഇവര് മുങ്ങ പോത്തൊന്നുമില്ലല്ലോ, അതായത് നമ്മളെടുക്കും. നീന്ത് എന്നുവെച്ചാ വെള്ളം അല്ലയോ? വെള്ളം മോതാന്ന് വെച്ചാ ഓളം. ഞാൻ വെച്ച മീനുണ്ടല്ലോ, മീനല്ല മോതാന്ന് വെച്ചാ ഓളം കേട്ടോ. ഞാൻ വെച്ച മോതാന്ന് പറഞ്ഞ മീനില്ലയോ? ഞാൻ വെച്ചത് ഇവനെ തിന്നുന്ന മീനല്ലോ. ജെല്ലി ഫിഷ് അതില്ല, അത് കടലില്ല. ജെല്ലി ഫിഷ് ഇല്ല. ഉണ്ടോ? ഇവിടെ വെള്ളം തിളങ്ങല്ലോ. ചൊറിയത്തില്ല അതിനെ തൊട്ടാ? ഇല്ല, കടലിലെ കറണ്ടടിക്ക. ജെല്ലി ഫിഷിനെ കുറിച്ചാട്ടോ പറയുന്നത്. അതാ പറഞ്ഞ തൊട്ടാ വിഷമുണ്ട്, ചൊറിയും, ചത്തു. നീലിക്ക് നമ്മള് കയറി. നമ്മുടെ കോല ഇറക്കാനുള്ള ആഴേ ഉള്ളല്ലേ ഇവിടെ. ഇത്ര മഴ സമയത്തൊക്കെയോ ഇത്ര ഉള്ളല്ലേ? അങ്ങനെ വന്നിട്ടുണ്ടോ? ആറ് ഇത് ഏതാറാ? കല്ലടയാണോ? ഇത് കല്ലട ആറുമായിരുന്നു. ഉണ്ട്, ഇത് കല്ലടയാറാട്ടോ. പിന്നെ ഇവിടെ കല്ലടയാറും വേറൊരെണ്ണം കൊണ്ടല്ലേ, എന്തോ കല്ലടയാറും അഷ്ടമുടിക്കായലും. കായലേതാ? അതാണോ? ഇത് കായല, നമ്മൾ നിൽക്കുന്ന കായല. ഇവിടുന്ന് കല്ലടയാറ് ഒന്ന് കയറും അല്ലേ? നമ്മൾ മറ്റേ ഫുഡ് ഡെലിവറിക്ക് പോകുന്ന സമയത്ത് കൂടുതലും ആ കല്ലടയാറിന്റെ കുറേ ഭാഗങ്ങളെ കാണുന്നുണ്ട് കേട്ടോ. അതെല്ലാം ഈ മൺട്രൂത്തടുത്തായിട്ട് ജോയിൻ ചെയ്ത് കിടക്കുക. അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഇവിടെ. ഈസ്റ്റ് കല്ലട ആ ഭാഗത്ത് തൊട്ടേ ദ്വീപ. അടിപൊളി കേട്ടോ, നൈസ് റിസോർട്ടുണ്ട്. അത് റോഡിൽ നമുക്ക് വഴിയില്ല അവിടെ. റോഡുണ്ടോ? റോഡ് വണ്ടി വരുന്ന വള്ളത്തിൽ വരുന്ന റിസോർട്ടാ അല്ലേ? അടിപൊളി കേട്ടോ, വള്ളത്തിൽ വരുന്ന റിസോർട്ടാ. ഇപ്പൊ അവിടെ വർക്കിംഗ് അല്ലയോ? ഉണ്ടല്ലേ. അടിപൊളി കേട്ടോ, കിഡിന് വൈബുള്ള റിസോർട്ട്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് സിറ്റിയുടെ തിരക്കിന്നൊക്കെ മാറി സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെ വന്ന് താമസിച്ചാൽ മതി. അടിപൊളി കേട്ടോ, ചെറിയ പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഇതും റിസോർട്ട് അല്ലേ? താറാവൊക്കെ ഉണ്ട് അവിടെ. താറാവ് എത്ര അവിടെ നമുക്ക് ഒരു ദിവസം റേറ്റൊക്കെ ഏകദേശം? നല്ല വൈബ് കേട്ടോ. അതാ, അത് നമ്മുടെ ഒരു ഫോറിൻ സ്റ്റൈലിൽ പണിതേക്കും അല്ലേ? ഇന്റർനാഷണൽ സ്റ്റൈലിലാണ്ട് ആ ഒരു ഫ്ലവർ. അല്ല, ഒരു ദിവസത്തേക്ക് ഒരു മാസത്തേക്കല്ല, ഒരു 18 രൂപ ഒരു ദിവസത്തേക്ക്. ആഞ്ഞിലിത്തടി കേട്ടോ നമ്മുടെ വെള്ളം. ദിവസം 200 രൂപ വാടക അല്ലേ? ഇല്ലയോ? അയ്യോ, അതെന്താ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ടാണോ വള്ളക്കാര്? അയ്യോ, ചേട്ടന്റെ ആദ്യത്തെ ട്രിപ്പ് ആട്ടോ നമ്മള്. ഞാൻ വിചാരിച്ച ഒരുപാട് ട്രിപ്പ് ആയി കാണുന്നു തന്നെ. ഇല്ല, അല്ല ഇത് കൂടാതെ പ്രൈവറ്റ് വള്ളക്കാരും ഇല്ലയോ? നമ്മളത് തടി ഒഴുകി വരുമല്ലോ, തടി ഉള്ളിൽ പോകുന്ന നടക്കുക. ഇളകി പോയതാ? അല്ലല്ലോ, ഒലിച്ചു പോയതാ. അത് അങ്ങനെ ഒഴുകി വരുന്ന. ഇത് ആറാ, കല്ലടയാറാ ഉണ്ടോ?
നമ്മളെ ഡെലിവറിക്ക് പോകുന്ന സമയത്തൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിർത്തി കാണിച്ചിട്ടുണ്ട്. ആ അവിടുന്ന് ഒഴുകി വരും ഓരോ സാധനങ്ങൾ. കടപ്പാക്കര അല്ലേ? അതിനപ്പുറം കുണ്ട്ര. ആ ഓ കുണ്ട്ര. ആ ആ അത് അക്കരെ കരയ്ക്ക് വെള്ളി. ആ ആ അത് പെരുമൺ പാലം അതുപോലെ കാണുന്നത്. ഓ പെരുമൺ പാലാണോ? ഇത് പെരുമൺ പാലം കേട്ടോ. നമ്മള് തൊട്ടടുത്താ ഇവിടുന്ന് ഏകദേശം. കുഞ്ഞിവിടെ ഉണ്ടല്ലേ, സൗണ്ട് കേൾക്കുമല്ലോ വെള്ളത്തിൽ കൂടെ. അവിടെ എക്സ്പ്ലോർ ചെയ്യുക, എല്ലാ സ്ഥലവും നോക്കുക. അടിപൊളി കേട്ടോ. അവിടെ കുണ്ട്ര, ഇവിടെ പെരുമൺ പാലം, കുമ്പളം, ആ ഭാഗത്ത് കുമ്പളം. അടിപൊളി. വേണ്ട റിസോർട്ട്, ആ റിസോർട്ട് അല്ലേ ഇത്? അടിപൊളി കേട്ടോ. നമ്മള് അപ്പം കണ്ട വ്യൂ അല്ല ഇവിടെ. ഇത് ആ മരം തന്നെയാണ് നമ്മളവിടെ കണ്ട, അത് തന്നെ അല്ലേ? കണ്ടൽക്കാട്. ആ അരി ഏതാ? ഞാൻ കണ്ടില്ല. എനിക്ക് ഇത് ആ പയറ് പോലെ അല്ലേ? ഓ ഇത് കണ്ടോ? ഇതാണ് ഞാൻ ഇപ്പഴാ നോക്കുക. ഞാൻ അരിയെന്ന് പറഞ്ഞപ്പോ രണ്ട് പയറ് പോലെ വീണ് കിടക്കുന്നതാണ്. ഒന്നുണ്ട് പയറ് പോലത്തെ സാധനം കണ്ട പച്ച ആ കിടക്കണം, ആ ഒറ്റക്കെണ്ണം കിടക്കണ്ട, അതാണ് എൻ്റെ അരി. ഇത് വീണാണ് ഇത് കിളിക്കുന്നത്. കറക്റ്റായിട്ട് താന്ന് മണ്ണിൽ വീഴണം, ചെളിയിൽ അങ്ങനെ വിളിക്കും, അല്ലാത്തൊക്കെ ഒഴുകിപ്പോവും. എന്ത് റിസോർട്ട് പൊളിയായിട്ടുണ്ട് കേട്ടോ. കിടിലൻ വൈബ്. ചെറുക്കാൻ എന്ത് അവിടെ? ഇതാണ് ഇഷ്ടപ്പെട്ട സ്ഥലം. ഇഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നതിനൊക്കെ കംഫർട്ടബിൾ ഇങ്ങനെ നിൽക്കുന്നേ. അമ്മ ഇറക്കി നിർത്തിയാണോ? അപ്പൊ അവൻ നിർത്തിയ പോലെ അനങ്ങാതെ നിൽക്കും. ഇതോന് നടക്കാൻ മറ്റേതോ അനങ്ങാതെ ഇരുന്നോളൂ. ആ മണം പിടിക്കത്തുള്ളൂ, മണം പിടിക്കത്തുള്ളൂ. വെള്ളം കുടിക്കണമെങ്കിൽ നമുക്ക് ഈ ഷോട്ട് എടുക്കാം. സ്ഥലങ്ങൾ കാണുക. ഓ ഇവിടെ തിട്ട കെട്ടിയിട്ടുണ്ടല്ലേ? തിട്ട ഇത് കൊക്ക്. ഇത് കൊക്കാണോ അതോ ഇത് പ്ലാസ്റ്റിക് ആണോ ഒറിജിനലാണോ? ഞാൻ വെച്ച റിസോർട്ടുകാർ വെച്ചുപിടിച്ചേക്കുന്ന അനങ്ങാത്ത സാധനമായിരിക്കുന്നു. ഒറിജിനലാട്ടോ. ഈ കൊക്കിനെ നമ്മൾ അടുത്ത് കാണുന്ന ആദ്യം. മഞ്ഞക്കാല്, മഞ്ഞ പല ടൈപ്പിലെ കൊക്കുണ്ടെന്ന് തോന്നുന്നു. കൊക്ക് ഇതാ റിസോർട്ടാണോ? റിസോർട്ടിൻ്റെ കേട്ടോ. അടിപൊളി കിടിലം. ആ നമ്മുടെ അടുത്തൊക്കെ ഇത്രയും വൈബുള്ള സ്ഥലമുണ്ട് നമുക്കറിയത്തില്ല കേട്ടോ. കിടില. അത്യാവശ്യം എനിക്ക് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ തിരക്കൊക്കെ മാറി ഒരു ദിവസം വന്ന് സ്പെൻഡ് ചെയ്യണമെങ്കിൽ കിടിലും കേട്ടോ. സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് എടുക്കുന്നതായിരിക്കും കൂടുതലല്ലേ റിസോർട്ട്. ഒരു ദിവസത്തേക്ക് അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാനൊക്കെ പറ്റും, കുക്ക് ചെയ്യാനും എല്ലാ സംവിധാനവും ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ടോ ഫ്രണ്ടി? നമ്മളിങ്ങനെ ഈ ഒരു നമ്മൾ ഈ ദ്വീപ് ചുറ്റി നമ്മൾ നിന്ന സ്ഥലത്ത് എത്തുമല്ലോ. ഇനി നമുക്ക് ഈ വന്ന വഴി പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, നമ്മൾ ഈ റോഡ് വഴി പോകുന്ന പോലെ അല്ല കേട്ടോ. വെള്ളത്തിൽ ഫുൾ വേറെ റൂട്ടുകളാണ്. ഇപ്പൊ നല്ല സ്പീഡിലാണ് നമ്മൾ പോകുന്നല്ലേ? സ്പീഡ് അത് തോന്നുന്നതാണോ? അല്ലല്ല, അത് ഈ കാറ്റിന്റെ അവനെ കാറ്റിന്റെ കൊണ്ട് അതെ. കയ്യടുത്ത് മുല്ലപ്പെരിയാർ പൊട്ടിയപ്പോ ഇതിലെ വെള്ളം ഇരച്ചു വരുമല്ലേ?
ശരിയാ. കല്ലടാറ് തെമ്മല അല്ലയോ? അയ്യോ, മുല്ലപ്പെരിയാർ പൊട്ടിയപ്പോ ഇതിലായിരിക്കും കേട്ടോ. തെമ്മല പൊട്ടിയെങ്കിൽ ഇതിലൊക്കെ പൊങ്ങും വെള്ളം. ഇതിലായിരിക്കും ഈ നമ്മൾ പോകുന്ന ഇതിലായിരിക്കും ശക്തമായിട്ട് അങ്ങോട്ട് അടിച്ചിറക്കുന്നല്ലയോ? കുഞ്ഞു നോക്കുക എത്തിയില്ലേ എവിടാന്നൊരു പിടുത്തമില്ല. ഒരു പിടുത്തം എല്ലാം ഒരേപോലെ വെള്ളം ഇങ്ങോട്ട് വെച്ചാലും വെള്ളം മൊത്തം. അതാ ശരിയാ കേട്ടോ. ഇവ എത്തി നോക്കുന്നത് വെള്ളത്തിന്റെ നടുക്ക്, അതാണ് സംഭവം കേട്ടോ. ഇവിടുന്ന് എത്തി അങ്ങോട്ട് നോക്കും, എവിടാന്ന് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ ക്ഷീണിച്ച് ഇവിടെ ഇരിക്കാൻ തീരുമാനിച്ച്. സ്ഥലം വിൽക്കാനൊക്കെ ഉണ്ടോ ഇതായാലും നമ്മളീ കാണുന്നത്? ഇഷ്ടം പോലെ ഉണ്ടല്ലേ? അത് ഇതൊക്കെ നമുക്ക് എന്താ വിലക്ക് കിട്ടും ഏകദേശം? ചെറിയ എന്നാലും ഏകദേശം ഒരു വില സെന്റിന് 3 ലക്ഷം കേട്ടോ. എന്നാലും വർത്താട്ടോ. നിങ്ങൾക്ക് റിസോർട്ട് ഇങ്ങനെ ഒരു വെക്കേഷൻ ഹോം പോലെ രീതിയിലൊക്കെ പണിയാണ്. 5 ലക്ഷം രൂപ ആണെങ്കിലും കിടിലം വ്യൂ ആ. നമ്മൾ ഈ ഇംഗ്ലീഷ് നാട്ടിൽ കൂടുതൽ ഇംഗ്ലീഷ് വീഡിയോസിലും അല്ലെങ്കിൽ വെളിനാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അങ്ങനത്തെ റിസോർട്ടും കാര്യം. അവർക്കൊക്കെ എല്ലാവർക്കും ഇതത്തെ അതെ. പണ്ട് 200 രൂപ അത്ര വാങ്ങിക്കാൻ ആള് അതല്ല ആർക്കും വേണ്ടായിരുന്നു പണ്ടല്ലേ ഇത്. ഈ റിസോർട്ട് സംവിധാനമൊക്കെ വന്നതിന് ശേഷം. പക്ഷെ ഇതുവരെ നമ്മളങ്ങനെ ആരും പ്രൈവറ്റ് ആയിട്ട് വാങ്ങിച്ച് വീട് വെച്ചൊന്നും കണ്ടിട്ടില്ല അല്ലയോ? അല്ല വീട് വെച്ചേ വീടായിരുന്നില്ലേ? റിസോർട്ട് നേരത്തെ കണ്ട റിസോർട്ട് വെള്ളം മാത്രം ചെല്ലുന്ന. അമ്പലം ഉണ്ടല്ലോ, നല്ല അമ്പലത്തിൽ പാട്ട് കേൾക്കാം. ആ ഒരു കൊക്ക് പറഞ്ഞു. അല്ല ഈ കക്കാ നീറ്റ് എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിൽ നിന്ന് പിടിക്കുന്നതാണോ? ആ കക്കാ നീറ്റ് ഈ സൈഡിൽ ഇങ്ങനെ കോരി കോരി കറുത്ത് അത് തെങ്ങിനിടും നേരത്തെ പറഞ്ഞത്. അല്ലെങ്കിൽ ഇവിടുന്ന് ചെളി കോരി ഇടും അല്ലേ? ചെളി കോരി പുതിയ തെങ്ങിന് അല്ലേ? ആ വളമായിട്ട്. ചേട്ടാ ക്ഷീണിച്ചോ? വേണം മോൻ കഴുകാൻ കൊള്ളാമല്ല. അയ്യോ ഇത്രയും താന്നല്ലേ? ഇത്രയും താഴ്ച ഉണ്ടല്ലേ? സബ്മർജ്ഡ് ബോട്ട്. വെള്ളം മുങ്ങിയിട്ടില്ല, വെള്ളം കയറി കട. ആ എന്താ മുക്കിയിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? ഓ ഇത് മനഃപൂർവ്വം ഇങ്ങനെ മുക്കിയിട്ടേക്കോ? ഇത്രക്ക് പൊടിഞ്ഞു പോകും. ഓ മണല് വരുന്ന വെള്ളം കേട്ടോ. മുക്കിയിട്ടേക്കോ വെള്ളം നശിക്കാതിരിക്കാൻ. മാറ്റാൻ പറ്റും. ഈ വലയിട്ട കണ്ടോ ചെമ്മീന? ചെമ്മീൻ മാത്രമേ ഇങ്ങനെ വളർത്തത്തുള്ളൂ? ഈ മറ്റേ നമ്മുടെ കരിമീൻ വളർത്തല്ലേ? എന്റെ നടുക്കൊരു സാധനം വെച്ചത് കണ്ടല്ലേ വെള്ളം ചവിട്ടി വിടുന്നത്. അതെന്തിനാ? വെള്ളത്തിന് ഓക്സിജൻ കൊടുക്കാനല്ലേ? അവര് ഇവിടുന്ന് നമ്മളിനി പോയാൽ അതിലേ പോവും അല്ലേ? ഇപ്പഴാകുമ്പോ ക്ഷീണിച്ചേട്ടോ എത്താറായോ? തുടങ്ങിയിട്ട് കുറച്ചായി. അവര് നമ്മൾ വന്ന വഴിയെ തിരിച്ചു പോകും കായലിക്കോടെ. അവരവിടുന്ന് ഇങ്ങോട്ട് കയറിയതാ കനാലിക്കോടെ. രണ്ടാമത്തെ പാലം കേട്ടോ. അച്ഛൻ കുടിഞ്ഞോ കേട്ടോ.
അതുകൊണ്ടോ ഇത് കുഞ്ഞിൻ്റെ വെറും കുഞ്ഞു ചേട്ടനും എല്ലാരും കുഞ്ഞി അപ്പൊ നമ്മുടെ മുള അങ്ങനെ പിടിച്ചതല്ലേ ആ കൊള്ളാം ചേട്ടനെ ഇവിടെ അതിന്റെ അപ്പുറത്താട്ടോ ഈ സൈഡിൽ നിങ്ങളപ്പോ ചേട്ടാനീനാണോ പിടിക്കാൻ പോവാ ഇന്ന് തമിഴ്നയിൽ കിട്ടും തമിഴ്നയിൽ ഇന്ന് കിട്ടും തമിഴ്നയില് ക്രാഷ് ക്രാഷ് തമിഴ്നയിലിപ്പോ കിട്ടിയ തമിഴ്നയിൽ കിട്ടിയ വെള്ളത്തിൽ പോലെ വെള്ളത്തിൽ അടിപൊളിയായിട്ടോ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ ബോട്ട് യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ചേട്ടൻ അടിപൊളിയാണ് കേട്ടോ ചേട്ടൻ എല്ലാ സ്ഥലത്തും നമ്മളെ കൊണ്ടുവന്ന് കാണിച്ച് പുതിയ സ്ഥലത്തൂടെ എല്ലാം പോയി നമ്മൾ കറങ്ങി അതിലേ കറങ്ങി നമ്മൾ കായലിൽ കൂടെ കറങ്ങി ഇതിലേ നമ്മൾ തിരിച്ച് നമ്മുടെ എസ്വളവൻ്റെ അവിടെ എത്തിയത് ആറ്റിക്കൂടെ കറങ്ങി അത് ആ ചേട്ടൻ്റെ നമ്പർ ഞാൻ താണ്ട് ഇവിടെ കൊടുക്കാം നിങ്ങൾ വരുന്നതിന് 1 മണിക്കൂർ മുന്നേ വിളിച്ചാൽ ചേട്ടനെ കണ്ടറിയാമല്ലേ താണ്ട് ഇവിടെ കാണും ചേട്ടൻ നമ്മുടെ ഈ ഷെഡിൻ്റെ എസ്വളവൻ്റെ അവിടെ കാണും അടിപൊളി യാത്രയായി നിങ്ങൾ പറയുന്ന സ്ഥലത്തൂടെ എല്ലാം ചേട്ടൻ കൊണ്ടുപോകും തിരിച്ച് കറക്കി സേഫായിട്ട് കൊണ്ടുപോകും താങ്ക് യു പറയാം മാമൻ്റെ അടുത്ത് ചേട്ടാ പണം പിടിക്കുക അങ്ങനെ ഫൈനലി നമ്മുടെ മൺട്രുത്തുരുത്തിലെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ചേട്ടൻ പ്രസാദ് ചേട്ടൻ ഞാൻ അങ്ങോട്ട് പോവാട്ടോ ഓക്കെ ബൈ ടാറ്റ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ട്രിപ്പ് അടിപൊളിയാട്ടോ നമ്മുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ബോട്ടിൽ ഇതാ നമ്മുടെ ചേട്ടൻ തോ പോകുന്നു അങ്ങനെ നമ്മൾ ആ മൺട്രുത്തുരുത്തിലെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്തൊരു പൊളി വീഡിയോ ആയിട്ടാണ് ബൈ മമ്മൂട്ടി നന്ദിയുണ്ടേ